ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി. നടപടിയെടുത്തത് പ്രതിസന്ധി തുടങ്ങിയതിനു ശേഷമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സിനെ വീണ്ടും വ്യോമയാന മന്ത്രാലയം വിളിപ്പിച്ചു. ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ DGCA 8-അംഗ മേൽനോട്ട സമിതിയെ നിയമിച്ചു. പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. കേന്ദ്രം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ അനുവദിച്ചു. വിമാനക്കൂലി 40,000 രൂപ വരെ കൂടി. തടയാൻ എന്തുകൊണ്ട് സർക്കാർ പരാജയപ്പെട്ടെന്നും സ്ഥിതിഗതികൾ ആശങ്കാജനകമെന്നും ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ പറഞ്ഞു. യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള വ്യവസ്ഥകൾ ഇൻഡിഗോ കർശനമായി പാലിക്കണമെന്നും ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇൻഡിഗോ ഒറ്റയ്ക്കല്ലെന്നും കേന്ദ്ര സർക്കാരും പങ്കാളികളാണെന്നും A റഹീം രാജ്യസഭയിൽ കുറ്റപ്പെടുത്തി. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വീണ്ടും സമൻസ് അയച്ചു. പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിയിൽ DGCAക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് വ്യോമയാന മന്ത്രി അറിയിച്ചു. എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകും. 10% സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ ഇനി മുതൽ ഇൻഡിഗോയുടെ പ്രതിദിനമുള്ള 400ഓളം സർവീസുകളാണ് കുറവ് വരുന്നത്. പ്രതിസന്ധികൾ പരിഹരിക്കുന്നവരെ DGCA മേൽനോട്ട സമിതിയിലെ 2 അംഗങ്ങൾ ഇൻഡിഗോയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ദിവസവും ഉണ്ടാകും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.